ചെറുക്കൻ ഫുൾ കോൺസെൻട്രേഷനിലും വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ എസ്കേപ്പ് ആയ അവൻ എന്തായാലും അറിയില്ല. താങ്ക് യു ദൈവമേ. അമൂല്യല്ലേ അത്? നോ അവൾക്ക് ഇവിടെ എന്താ കാര്യം? അതോ ഈ ജിമ്മില്? അവൾ ഇങ്ങോട്ട് വരെ ഒരു ചാൻസും ഇല്ല. പക്ഷെ ഇപ്പൊ പാസ് ചെയ്ത പെൺകുട്ടി അവൾ അമൂല്യ പോലെ തന്നെ ഉണ്ടല്ലോ. നോ ഞാൻ ഇനി അവളെ പറ്റി ചിന്തിക്കാൻ പാടില്ല. ഇനി എന്റെ എയിം വിക്രാന്തിന്റെ കല്യാണം മാത്രം. വേറൊന്നും മൈൻഡിൽ വേണ്ട. അത് കഴിഞ്ഞു വേണമെന്ന് റിലാക്സ് ചെയ്യാൻ. എല്ലാ ഇറിറ്റേഷനും കളയണം. ഹായ് മുത്തശ്ശി. ഈ വെളുപ്പാങ്കാലത്ത് നിനക്ക് ഇവിടെ എന്താടി ജോലി? അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിക്കുന്നേ? വീട്ടിലെ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് നടക്കുമ്പോ ഞാനും വരണ്ടേ? വരേണ്ടവർക്ക് തന്നെ ഇവിടെ വരാൻ പറ്റണില്ല. പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? മുത്തശ്ശി എന്താ പറഞ്ഞേ? എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ നേരത്തെ തുടങ്ങി. ഇവിടെ എനിക്ക് ചെയ്യാൻ ഒരുപാട് പണികളുണ്ട്. നിന്നോട് ഇതും പറഞ്ഞ് കുശലം പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. വന്ന ഉടനെ ഗ്രാൻഡ് വെൽക്കം കിട്ടുമെന്ന് വിചാരിച്ചപ്പോ എല്ലാം ഫ്ലോപ്പ് ആയല്ലോ. ഒരു രീതിയില് ഇതൊരു അപമാനം തന്നെയാണ്. ഛേ. ആഹാ, സാഹിത്യ, നീ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ ആന്റി. ഇപ്പൊ വന്നവൾ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? നിന്നെ കണ്ടിട്ട് ആകെ ഡള്ളായതുപോലുണ്ടല്ലോ. ഒന്നുമില്ല ആന്റി, ഐ ആം ഓൾ റൈറ്റ്. നീ ഇങ്ങനെയായാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. ഓഫീസിൽ വളരെ സ്മാർട്ടാണെന്നാണ് ഞാൻ കേട്ടത്. ആ സ്മാർട്ട്നെസ് ഉപയോഗിച്ച് അവന് നിന്നോട് കുറച്ചുകൂടെ സോഫ്റ്റ് കോർണർ ആവുന്ന രീതിയിൽ പെരുമാറാൻ നോക്കിക്കൂടെ? നീ അതിനൊന്നും ശ്രമിക്കാത്ത എന്താ? പ്ലീസ് ആന്റി, അങ്ങനെ പറയല്ലേ. പെൺകുട്ടികളെന്ന് വെച്ചാൽ തീരെ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ മകനെ എങ്ങനെ ഞാൻ വശത്താക്കും? ഞാൻ എന്താ മേനകയാണോ? നീ മേനകയാവാനൊന്നും ഞാൻ പറഞ്ഞില്ലേ. ആ അമൂല്യ മേനകയൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടി അവൻ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? വിക്കി, ഇവിടെ വാ. നീ എങ്ങോട്ട് പോവാ? ഞാനിപ്പോ മാർക്കറ്റിലേക്ക്, അല്ല പബ്ബിലേക്ക്. സീരിയസ്ലി? വെറുതെ കള്ളം പറയാൻ നിക്കല്ലേ. നീ അവളുടെ വീട്ടിലേക്ക് പോവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ മണ്ടിയാക്കരുത്. അമ്മ ശരിക്കും സൂപ്പർ ആട്ടോ. ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നേ? അവളുടെ വീട്ടില് കല്യാണ ചടങ്ങുകൾ നടക്കുക. നീ പോയാലും അവളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അവർ നിന്നെ അങ്ങോട്ട് കയറ്റില്ല. ഇവിടെങ്ങാനും ഇരിക്കാൻ നോക്ക്. ബട്ട് എനിക്ക് നന്നായിട്ട് അറിയാം മദറിന്റെ അവൾ എങ്ങനെ കാണുമെന്ന്. അത് മാത്രമല്ല, ചടങ്ങുകളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. പിന്നെന്താ പ്രശ്നം? വിക്കി, പൂജകളെ പറ്റി എന്നെക്കാളും നിനക്ക് നന്നായിട്ട് അറിയാല്ലേ. ഒരു തടസ്സവും കൂടാതെ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു യുവർ റൂം നൗ. മദറിന്റെ അത് പിന്നെ ഇവനെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ലേ. എടി, അത് നിനക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ഫംഗ്ഷന് വേണ്ടിയാ. ഒന്ന് മിണ്ടായിരിക്കടി അവിടെ, അഹങ്കാരി. നിങ്ങളൊന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഒരുമിച്ച് മാർക്കറ്റിൽ പോയിട്ട് വന്നാണെന്ന് അവർ കരുതിക്കോളും. അല്ല, പോയപ്പോ മറ്റൊരു ഗെറ്റപ്പിലല്ലേ പോയത്, അതെപ്പോ ചേഞ്ച് ചെയ്തു. ഞാൻ ഇവിടുന്ന് പോയപ്പോ തന്നെ ഈ തുണിയെടുത്ത് ബാഗിൽ വെച്ചായിരുന്നു. ജിമ്മിൽ വെച്ച് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. നടക്ക്. എടി വായടി പെണ്ണെ, നീ വെളുപ്പിനെ എങ്ങോട്ടായി പോയത്? ഒരു വാക്കുപോലും ഞങ്ങളോട് പറയാതെ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്ന് നിനക്കറിയോ? ഈ അമ്മയ്ക്ക് എപ്പോഴും ഈ പേടി തന്നെയാണല്ലോ. എനിക്ക് ചേച്ചിയുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോയതാ. എന്റെ പൊന്നു ചേച്ചി. മാർക്കേ, ആരതി ചേച്ചി എന്റെ പൊന്നു ചേച്ചിയാണ്. ഇങ്ങോട്ട് വന്നേ. നിന്റെ ഈ ഡ്രാമ കണ്ടിട്ടേ
നമ്മുടെ പാവം ചേച്ചി ഇപ്പൊ കരയാൻ തുടങ്ങും. എന്റെ പൊന്നോ, ഒന്ന് നിർത്താമോ? അല്ല അമ്മു, നിനക്കെന്താ യാതൊരു ഫീലിങ്സ് പോലും ഇല്ലാതെ നിൽക്കുന്നേ? ആരതി കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഏറ്റവും കൂടുതൽ കരയുന്നത് നീ തന്നെയാണ്, നോക്കിക്കോ. അയ്യോ ചുമ്മാ ഇരിക്കാമേ, അങ്ങനെ ഒരു സീനേ ഇല്ല. ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ തല്ലും വഴക്കും ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ 3 പേരും സുഖമായിട്ടിരിക്കും. നമ്മുടെ ഈ അഹങ്കാരി കൊരങ്ങനെ നമ്മൾ നാടകക്കാരി എന്ന് വിളിക്കും. പക്ഷെ ശരിക്കും നാടകം കളിക്കുന്നത് ഇവളാ. ഞാൻ പറഞ്ഞില്ലേ, ഇവളായിരിക്കും കൂടുതൽ കരയുന്നതെന്ന്. നീയല്ലേ കുറച്ചു മുമ്പ് ഞങ്ങളുടെയൊക്കെ മുന്നിൽ ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറിയ? റൗഡി ബേബിയുടെ ക്യാരക്ടർ എന്റെയാ. നീ എന്നെ കോപ്പി ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറാവും. നീ അതിഥിയായാ മതി. അല്ലല്ല, അഹങ്കാരി കൊരങ്ങ്. എന്താണെന്ന് വെച്ചാ നിന്റെ റോള് നിന്നേക്കാൾ നന്നായി ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല. ചേച്ചി, ഞാൻ റൗഡി ബേബിയാ. പക്ഷെ ഇപ്പൊ റൗഡീസ് ഒക്കെ വിട്ടു. എന്നെ കൂടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാവോ? ഹായ് വേദാന്ത്. ഹായ്. വേദാന്ത് കഴിക്കാൻ വരും. സാഹിത്യ നീ തന്നെ സെർവ് ചെയ്യ്. സോറി അമ്മേ, ഇനിയിപ്പോ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയില്ലേ? എനിക്കിന്ന് ഓഫീസിൽ കുറച്ച് അർജൻസികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ക്ലയൻസിന്റെ കൂടെ വീഡിയോ കോൺഫറൻസിങ്ങിന് ഞാൻ ഷെഡ്യൂൾ ചെയ്തു പോയി. എന്ന് വെച്ചാ നീ ഇപ്പൊ പുറത്തേക്ക് പോവാണെന്നോ? ഡോൺ വറി അമ്മേ, ഞാൻ ജോലികളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഐ ഡെഫിനറ്റ്ലി മേക്ക് ഫോർ ദിസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവളെ കൂടി ഡിന്നറിന് കൊണ്ടുപോകൂടെ? അവളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ഡിന്നറിന് കൊണ്ടുപോകുന്നേ? ഐ വിൽ മേക്ക് ഫോർ ഇറ്റ് എന്ന് നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ലാസ്റ്റ് തവണ ഇവളെയും കൊണ്ട് പോയിട്ട് എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് സ്കിപ്പ് ചെയ്തില്ലേ? അതുകൊണ്ട് ഇന്നെങ്കിലും ഇവളെ ഡിന്നറിന് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്ക്. ശരിയമ്മേ, ഞാൻ ഡിന്നറിന് കൊണ്ടുപോയിക്കോളാം. സാഹിത്യ നീ റെഡി ആയിട്ടിരുന്നോ? ഞാൻ പിക്ക് ചെയ്യാൻ വരാം. വാവ്, താങ്ക് യു സോ മച്ച് വേദാന്ത്. ഞാൻ എപ്പോഴേ റെഡിയാണ്. എനിക്കിതൊക്കെ കണ്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ പാവം അമ്മയെ ഓർത്തിട്ടാ. പ്രോഗ്രാം ഫിക്സ് ചെയ്യാന്ന് വെച്ചാ ഇതാ. അവൻ ക്ലയന്റ് മീറ്റിംഗ് ഷെഡ്യൂൾ ഫിക്സ് ചെയ്താ ഞാൻ അവന്റെ മീറ്റിംഗിന്റെ ഷെഡ്യൂൾ തന്നെ ഫിക്സ് ചെയ്യും. താങ്ക്സ് എന്ന ഒരു ചെറിയ പദാണെന്ന് അതിപ്പോ മനസ്സിലായി. ബട്ട് സ്റ്റിൽ താങ്ക് യു. ശരി ശരി, ആയിക്കോട്ടെ ശ്രീധർ, താങ്കൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. എന്താ നടക്കുന്നത് ഇവിടെ?
വളരെ വലിയൊരു ഇമോഷൻ സീൻ തന്നെയാ നടന്നത് അങ്കിൾ. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു നന്നായി. നമ്മൾ ആണുങ്ങൾക്ക് പറ്റിയ സീൻ അല്ലായിരുന്നു അത്. പ്രമി, ശ്രീധരേട്ടനെ ഫോൺ ചെയ്തിരുന്നു. അല്ല, അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. നാളെ വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ റിസോർട്ടിൽ എത്തണം അത്രേ. എന്തിനാ നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നേ? എല്ലാ ചടങ്ങുകളും മറ്റന്നാളത്തേക്കല്ലേ? ഞാനും അത് തന്നെ ചോദിച്ചത്. മറ്റന്നാളല്ലേ റിസപ്ഷൻ. രാവിലെ ഇറങ്ങി ട്രാഫിക് എല്ലാം കടന്നെത്തുമ്പോഴേക്കും ലേറ്റ് ആയി പോയല്ലോ. അതുകൊണ്ട് തലേ ദിവസം തന്നെ ഒന്ന് സമാധാനമായിട്ട് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. അതും ശരി തന്നെയാ. അന്ന് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും പോയി ചെയ്താ പല കാര്യങ്ങളും മറന്നു പോകും നമ്മള്. അതുമാത്രമല്ല, നമ്മുടെ കുട്ടികളെ ഒരുപാട് ട്രാവൽ ചെയ്ത് ക്ഷീണിച്ച് ഡള്ളായിരുന്നാ ശരിയാവില്ല. അതുകൊണ്ട് തലേ ദിവസം തന്നെ വന്നേക്കൂ, കാർ അയച്ചു തരാന്ന് പറഞ്ഞു. അയ്യോ, അതൊക്കെ എന്തിനായിരുന്നു? വേണ്ടെന്ന് പറയാൻ വരുന്നില്ല നിങ്ങൾക്ക്? ഞാൻ അങ്ങനെ പറയാതിരിക്കോ? അങ്ങനെ തന്നെ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം അത് വേണ്ട, പറ്റില്ല, അങ്ങനെയൊന്നും പറയരുത്, എന്റെ വാക്കിന് ഇനി മാറ്റമൊന്നുമില്ല, പ്ലാനിന് ഒരു ചേഞ്ചും ഇല്ല എന്ന് ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു. ഓ, അപ്പൊ നമ്മൾ എല്ലാവരും കാറിലാണോ പോകുന്നേ? അവരൊക്കെ വലിയ ആൾക്കാരാ. അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നമുക്ക് അനുസരിച്ചേ പറ്റൂ. ആ ശ്രീധരൻ ചേട്ടനില്ലേ, അവരുടെ മക്കളെ പോലെ തന്നെയാ നമ്മളോടും. അതെങ്ങനെ ശരിയാവുന്നേ? അദ്ദേഹത്തെ പോലെയാണ് അദ്ദേഹത്തിന്റെ മക്കളെന്ന് പറയും. അല്ല, അദ്ദേഹം കാർ അയക്കാന്ന് പറഞ്ഞപ്പോ നമ്മള് വേണ്ടാന്ന് പറഞ്ഞ ശരിയാണോ? ഈ പാനിപൂരി രഞ്ജിത്ത് പറഞ്ഞുകൊണ്ടാ നിന്റെ കച്ചറ പിടിച്ച ജോലി എങ്ങനെ ഏറ്റെടുത്തു സുമേഷ്? നിങ്ങൾക്കിത് കച്ചറ പിടിച്ച ജോലിയൊക്കെ ആയിരിക്കും, പക്ഷെ ആ പ്രേതത്തിന്റെ സംസാരം കേട്ടിട്ട് എന്റെ ഹൃദയം വായിലെത്തി. ഞാനിന്ന് ഹൈദരാബാദ് പോവാ. എന്നിട്ട് അവിടെയുള്ള ഒരു സ്വാമിജിയെ കണ്ട് നിന്റെ മീനാക്ഷിയെ പറ്റി അവളുടെ കാമുകനെ പറ്റി അന്വേഷിച്ചിട്ട് വരാം. ആ പ്രേതം എന്റെ പുറകെ നടന്ന് സുമേഷേ സുമേഷേ എന്ന് വിളിച്ചോണ്ടേ ഇരിക്കുക. കാന്താ, നീ എവിടെ പോവാ? അയ്യോ, ഇവന്മാർ എന്നെ കൂടെ പേടിപ്പിക്കുമല്ലോ. അതിന് അമ്മ നാളെ വൈകിട്ടാണ് മെഹന്തി കല്യാണം വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ റിസോർട്ടിൽ എത്താൻ പറ്റാ? അയ്യോ, അത് ശരിയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടതെന്ന് നീ എന്തിനാ ചോദിക്കുന്നേ? വേദാന്ത് നിന്റെ ബോസ് തന്നെയല്ലേ. അവനെ നീ ഒന്ന് ഫോൺ ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിനക്ക് പറയാലോ. ആ കള്ളച്ചെറുക്കനോട് പ്ലാൻ ചേഞ്ച് ചെയ്യുന്നു പറയുന്നതിന് പകരം ആ കാറിൽ കയറി മണ്ഡപത്തിലേക്ക് പോകുന്ന നല്ലത്. അമ്മേ, അതെങ്ങനെ നമ്മൾ പറയും? അവര് ഓൾറെഡി കാറൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പറ്റില്ലെന്ന് പറഞ്ഞാ അവർക്ക് വിഷമാവില്ലേ? അപ്പൊ മെഹന്തി കല്യാണം എപ്പോ നടത്തും? നമുക്ക് എന്തുകൊണ്ട് അത് ഇന്ന് തന്നെ നടത്തിക്കൂടാ? അടിപൊളി, സൂപ്പർ ചേച്ചി. അപ്പൊ പിന്നെ ഹൽദി കല്യാണം മാത്രം മതിയോ? അത് നടത്തിയിട്ട് നമുക്ക് പോവാം. അമ്മു, നീ വെറുതെ ഒന്നും മിണ്ടായിരിക്കുവോ? ആരെങ്കിലും ഹൽദിക്ക് മുന്നേ മെഹന്തി കല്യാണം വെക്കുവോ? പ്രമി, മക്കള് പറയുന്നതിലും കാര്യമുണ്ട്. ഈ മൈലാഞ്ചി മഞ്ഞൾ കല്യാണമൊക്കെ കുട്ടികൾ കൊണ്ടുവന്ന ചടങ്ങല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ വലുതും ഉണ്ടായിരുന്നു പ്രമി. മക്കള് മൈലാഞ്ചിയിട്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ. എങ്ങനെയാണെങ്കിലും രണ്ട് ചടങ്ങും കല്യാണത്തിന് മുൻപ് നടന്നാ മതിയല്ലോ. എന്നാലും അത് പിന്നെ ഒരു പ്രശ്നമില്ല പ്രമി. ചെലവുകൾ ചുരുക്കാൻ വേണ്ടി 2 തവണ ചെയ്യേണ്ടത് 1 തവണയായിട്ടൊക്കെ നമ്മൾ മാറ്റാറില്ലേ? ഇതും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. മക്കള് സന്തോഷിക്കട്ടെന്ന്. സുമേഷ്, ഇന്നത്തെ മീറ്റിംഗ്സ് എല്ലാം താൻ റീഷെഡ്യൂൾ ചെയ്തേക്ക്. കല്യാണത്തിന് ശേഷം ഒരു ഡേറ്റ് ഫിക്സ് ആക്ക്. ഓക്കെ ബോസ്. ആൻഡ് ബൈ ദ വേ, നമ്മുടെ ക്ലയൻസിന് എല്ലാവർക്കും ഇൻവിറ്റേഷൻ പോയിരിക്കണം. യെസ് ബോസ്. കുറച്ച് ദിവസം ഞാൻ ഓഫീസിൽ ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാതിരിക്കരുത്. എപ്പോ വേണമെങ്കിലും തനിക്ക് ഫോൺ ചെയ്യാം. എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ തന്നെ അപ്പൊ വിളിക്കണം. നിങ്ങൾ ഫ്രാൻസിലേക്ക് പോയപ്പോ തന്നെ ഞാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് കോൾ ചെയ്തു. അപ്പോ പിന്നെ മണ്ഡപത്തിലുള്ളപ്പോ ഞാൻ നിങ്ങളെ വിളിക്കാതിരിക്കുവോ? പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വിളിക്കാൻ പറഞ്ഞത്. അല്ല, ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ ആഹാരം കഴിച്ചോ എന്ന് അന്വേഷിക്കാനല്ല. ശരി ബോസ്. പിന്നെ ആദ്യ ഓർഗാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് കോൾ വന്നാലും എന്നെ കണക്ട് ചെയ്തിരിക്കണം. സിദ്ധാർത്ഥനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ശരി ബോസ്, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ
അമൂല്യയുടെ ക്യാബിനിലേക്ക് വരാൻ പറ. ഞാൻ ഓർത്ത കാര്യമാണല്ലോ ഇത്. ഒരുപക്ഷെ ബോസ് പറഞ്ഞില്ലെങ്കിലും ഞാനിത് ഓർമ്മിപ്പിച്ചേനെ. ഞാൻ ചിലപ്പോ ഒരു ദിവസം പല്ല് തേക്കാൻ മറന്നേക്കാം. പക്ഷേ ഈ ജോലി ഒരിക്കലും മിസ് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എടോ സുമേഷ്, കേൾക്കുന്നുണ്ടോ താൻ? അമൂല്യയോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ. നിങ്ങൾ പറഞ്ഞു, പക്ഷേ അമൂല്യ മേഡം ഇന്ന് ലീവിലാ ഉള്ളത് ബോസ്. ഉള്ള ചെറുക്കൻ. ഇപ്പോ ഓഫായ ലൈറ്റ് ഒക്കെ ഓൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അമൂല്യ മേഡത്തിന്റെ പേര് കേട്ടാൽ മതി, ബോസിന്റെ മുഖത്ത് ബൾബ് കത്തുന്നത് പോലെ ഉണ്ടാകും. ബോസ് 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 ചിരിക്കുകയായിരുന്നോ? എന്താടോ ഓഫീസിൽ ചിരിക്കാൻ പാടില്ല എന്നുള്ള റൂൾസും ഉണ്ടോ? അത് അങ്ങനെയല്ല ബോസ്. വീണ്ടും നോൺസെൻസ് തുടങ്ങിയല്ലേ? വീഡിയോ കോൺഫറൻസിംഗിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതിനുവേണ്ട എല്ലാ ഫയൽസും അമൂല്യയുടെ അടുത്ത് കൊടുത്തയക്കും ഇപ്പൊ തന്നെ. ഞാൻ ഇപ്പോഴല്ലേ അമൂല്യ മേഡം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത്. ബോസ് ആണെങ്കിൽ അവരുടെ സീറ്റിലോട്ട് നോക്കി ഇമാജിനേഷനിലേക്ക് പോയി അവരുടെ കൂടെ ഡ്യൂറ്റ് കളിക്കുന്നതും ഞാനതിനെ ചോദ്യം ചെയ്യുന്നതും ബോസ് വീണ്ടും എന്നെ വഴക്ക് പറയുന്നതും വീണ്ടും അമൂല്യ മേഡത്തിനെ ക്യാബിനിലേക്ക് അയക്കെന്ന് പറയുന്നതും അങ്ങനെ കണ്ടത് തന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കുക. ഇതൊക്കെ എന്ത് എഫക്റ്റ് ആണോ എന്തോ. അങ്കിൾ ഇതെവിടെ വെക്കണം? അടുക്കളയിലേക്ക് വെച്ചേക്ക് മോനെ. ഇങ്ങനെ ചോദിച്ച് നടക്കൊന്നും വേണ്ട, സൗകര്യം പോലെയൊക്കെ ചെയ്യേ. ധ്രുവ വെച്ചേ. നീ കുറച്ച് റെസ്റ്റ് എടുക്കും. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയത് മുതൽ നീ ഇങ്ങനെ ജോലികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലെ ജോലിയല്ലേ ഇത്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോ ചെയ്യാനാ? അത് ശരിയാണ് മോനെ, പക്ഷെ രാവിലെ മുതൽ ഓരോന്ന് മേടിക്കാനും കൊടുക്കാനൊക്കെ ആയിട്ട് ഓട്ടോയിൽ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ആദ്യം ഒന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വാ. കുഴപ്പമില്ല അങ്കിൾ, നാളെ പന്തൽ കിട്ടുന്നവർക്ക് എന്തോ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു, അതൊന്ന് കൊണ്ടുവന്ന് കൊടുക്കണം. നീ പറഞ്ഞതുപോലെ ഇത് നിന്റെ വീട് തന്നെയാ. ഇപ്പൊ ജോലി ചെയ്തത് മതി, ആദ്യം പോയിട്ട് റെഡി ആയിട്ട് വാ. ശരി, ഞാനിത് വെച്ചിട്ട് പോവാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ വന്നത്. നമസ്കാരം. പ്രമിയകത്തുണ്ട്, ചെല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, അതാ നിൽക്കുന്ന ചെക്കനാണ്. കണ്ടോ, 4 പെൺകുട്ടികളുള്ള വീട്ടില് എങ്ങനെയാ ഇവര്? എത്ര വൃത്തികെട്ട ആൾക്കാരാ. ഇവരുടെ അമ്മയ്ക്കും അച്ഛനെങ്കിലും ബുദ്ധി വേണ്ടേ? എന്ത് ധൈര്യത്തിലാ ഇവനെങ്ങനെ നിർത്തുന്നത്? എന്റെ കൂടെ ഒന്ന് വന്നേ.
എവിടേക്കാ? വാ, ഞാൻ പറയാം. ഇവരെ വിളിച്ചിട്ട് വന്നത് എന്റെ അച്ഛനാ. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്റെ അമ്മയാ. അവർക്കില്ലാത്ത എന്ത് പ്രശ്നമാ ഇയാളെ കൊണ്ട് നിങ്ങൾക്കുണ്ടായത്? അതിഥി മിണ്ടാതിരിക്കും. നിങ്ങളൊന്ന് വെറുതെ ഇരിക്കെ. ചില ആൾക്കാരുടെ നോട്ടം അങ്ങനെ തന്നെയാ. മഞ്ഞപ്പിത്തം പിടിച്ചവരെ കാണുന്നതൊക്കെ മഞ്ഞയായിരിക്കും, പക്ഷെ ഇവര് കാണുന്നതേ ചുവപ്പ് നിറവാ. പിന്നെ എങ്ങനെ വെറുതെ ഇരിക്കും? എന്താ ഇത്, വീട്ടിലെ ഫംഗ്ഷൻ വിളിച്ചിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? കറക്റ്റ് അല്ലേ? വിളിച്ചത് വീട്ടിലെ ഫംഗ്ഷനാ. വന്ന് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക വേണ്ടത്. എന്റെ അമ്മ നിങ്ങളെ സന്തോഷത്തോടെയല്ലേ വിളിച്ചേ? എന്നിട്ട് അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ നോക്കുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് പറഞ്ഞെന്നാ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? 4 പെൺകുട്ടികളുള്ള വീട്ടില് ഒരു പയ്യനുണ്ടെന്ന് കരുതി നിങ്ങളുടെ വായി തോന്നിയത് പറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സംസാരിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് പൊക്കോണം. ഞങ്ങൾ മിണ്ടാതിരിക്കുന്നോണ്ട് വായി തോന്നിയത് എന്നും പറയാന്നാണോ? നിന്റെ അച്ഛന്റെ അടുത്ത് സംസാരിച്ചാൽ അപ്പൊ മനസ്സിലാവും നിനക്ക്. അതിഥി ഈ ചെറിയ കാര്യം ഇത്രയും വലുതാക്കണോ? നാക്ക് ചൊറിയുന്നുണ്ടാവോ? എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? വാ, നമുക്ക് പോവാം. അതിഥി പറഞ്ഞത് കറക്റ്റാ. ആഹാ, സിദ്ധാർത്ഥ് സാർ, എന്തൊരു സെലിബ്രേഷനാ ഇത്. ബോസിന്റെ വീട്ടിലെ ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞാ ഇങ്ങനെ ആയിരിക്കണം. ആഹാ, എന്താ വൈബ്. ഡിഫറെന്റ് കള്ള്, ഫുഡ്, ആഹാ, വിശേഷിപ്പിക്കാൻ വാക്കുകളേ ഇല്ല. ഇത് മൊത്തത്തിൽ അങ്ങ് ഗ്രാൻഡ് ആയി. അതൊക്കെ പോട്ടെ, ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വെച്ചേ വലിച്ചു വാരി കുടിക്കാൻ നിൽക്കണ്ട. മുൻപത്തെ പ്രാവശ്യത്തെ പോലെ ഫിറ്റ് ആയാലേ ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോകില്ല. ബോസ് വന്നു. ചേട്ടാ, ഇതൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടിയാണോ? ഇത്രയധികം മദ്യം? കല്യാണം വേണ്ട വേണ്ടെന്ന് ഞാൻ 1000 വട്ടം നിന്നോട് പറഞ്ഞു. നീ എന്റെ വാക്ക് കേൾക്കാതെ കല്യാണം കഴിക്കാൻ പോവല്ലേ ഇപ്പൊ? ഏതായാലും ഒരു കുഴിയിൽ വീണു. ദ ലാസ്റ്റ് ഡേ ഓഫ് ഫൺ. എൻജോയ് ചെയ്യ്. യു ആർ വണ്ടർഫുൾ ചേട്ടാ. താങ്ക് യു സോ മച്ച്. യു ആർ ഗ്രേറ്റ്. എടാ, റിലാക്സ് ചെയ്യ്. ഇനി എങ്ങനെ റിലാക്സ് ആവാനാ? ഇത്രയധികം കുപ്പി കണ്ടതിന് ശേഷം ഇന്ന് അടിച്ച് പറ്റായിട്ട് 4 കാല ഡാൻസ് കളിക്കണം എനിക്ക്. സൗണ്ട്. കണ്ണും കണ്ണും തമ്മിൽ നോക്കിയിരുന്നാല് നെഞ്ചിനകത്തൊരു ബന്ധം.